ഐ തിങ്ക് ദിസ് എ ക്ലിയർ തെഫ്റ്റ് അറ്റംപ്റ്റ്. എന്ന് തന്നെയാണ് സാർ ഞങ്ങൾക്കും തോന്നുന്നത്. കത്തിയോ ഏതെങ്കിലും മൂർച്ചയുള്ള ആയുധമോ വെച്ച് ലോക്ക് ഇളക്കിയെടുത്തതായി കാണാനുണ്ട്. ഫിംഗർ പ്രിന്റ്സ് അകത്തും പുറത്തും വളരെ വ്യക്തമായുണ്ട്. അതിൽ പക്ഷേ വീട്ടുകാരുടെയും കണ്ടേക്കാം. എന്തായാലും ലിസ്റ്റഡ് ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ചെയ്ത് നോക്കിയാൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവും. യെസ്, മിസ്റ്റർ രാജ്മോഹൻ എത്രയും വേഗം അതിനുള്ള ഏർപ്പാട് ചെയ്യണം. ലിസ്റ്റഡ് ക്രിമിനൽസിൽ ആരുടെയെങ്കിലും വിരലടയാളമാണെങ്കിൽ 12 മണിക്കൂറിനകം വി ക്യാൻ ടേക്ക് ദാറ്റ് ക്രിമിനൽ ഇൻ കസ്റ്റഡി. ദിസ് ആൻ ഓൾഡ് വൺ. ആകെ തുരുമ്പിച്ച്. യെസ്, തുരുമ്പ് തമ്പി. എന്താ സാർ? ഒരു സ്ഥിരം ക്രിമിനൽ ഉണ്ട്, തുരുമ്പ് തമ്പി എന്നാ പേര്. അയാൾ എപ്പോഴും ഇതുപോലുള്ള തുരുമ്പിച്ച ആയുധങ്ങളാണ് ഉപയോഗിക്കാറ്. അപ്പോ അയാളായിരിക്കും സർ കൊലപാതക ശ്രമത്തിന് പിന്നിൽ? ഐ എം നോട്ട് ഷുവർ. എങ്കിലും ഫിംഗർ പ്രിന്റ്സ് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം ഈ തുരുമ്പ് തമ്പിയെ തന്നെ പരീക്ഷിക്കണം. ഇൻ കേസ് ലിസ്റ്റഡ് ക്രിമിനൽസിന്റെ ഫിംഗർ പ്രിന്റ്സ് മാച്ച് ആവുന്നില്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഫിംഗർ പ്രിന്റ്സ് എടുക്കേണ്ടി വരും സർ. വേണം, എല്ലാവരുടെ എടുത്തോളൂ. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണല്ലോ അത്. എക്സ്ക്യൂസ് മീ, തുരുമ്പ് തമ്പി കക്കാൻ കയറിയതാണെങ്കിൽ പിന്നെ അയാളെ അറസ്റ്റ് ചെയ്താൽ പോരെ? അതൊരു സാധ്യത മാത്രമാണ്. ഞങ്ങൾ പോലീസുകാർ പലരെ സംശയിക്കും. ഇതൊരു തെഫ്റ്റ് അറ്റംപ്റ്റ് മാത്രമല്ലല്ലോ, എന്റെ മമ്മിയെ കൊല്ലാനുള്ള ശ്രമവും നടന്നിരിക്കുന്നു. അപ്പൊ പിന്നെ വെറും കള്ളനായ തുരുമ്പ് തമ്പിയെ മാത്രം സംശയിച്ചാൽ പോരല്ലോ. പിന്നെ മമ്മിക്ക് ബോധം തെളിയുമ്പോൾ സത്യം അറിയാം. മാത്രമല്ല, ഈ വീട്ടിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദ്യം ചെയ്യും. അതാ അതിന്റെ രീതി. എന്താ ചേച്ചി ഇങ്ങനെ? കളവിനിടയിൽ സോഫി ആന്റിയെ കള്ളൻ ആക്രമിച്ചാണെന്ന് ചേച്ചിക്ക് വ്യക്തമല്ലേ? പലതും വ്യക്തമായി എന്ന് ഞങ്ങൾ ഭാവിക്കാറുണ്ട്. പക്ഷേ ശരിക്കും വ്യക്തമായത് ഞങ്ങൾ പുറത്തു പറയാറില്ല. സാർ, എന്താ സാറിന്റെ ഫിംഗർ പ്രിന്റ് വേണം. എന്തിന്? നോൺസെൻസ്. ഞങ്ങൾക്ക് പക്ഷേ നോൺസെൻസ് അല്ല, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്. കൈനീട്ടിക്കേ. മോളെന്നെ വിളിച്ച് അപ്പച്ചാന്നോ? 6-ാം വയസ്സിൽ നീ വിളിച്ചതായി വിളി. പിന്നെ അപ്പച്ചൻ ഒരിക്കലും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു വിളി. ഒന്നുകൂടെ വിളിക്കുമോളെ. എനിക്ക് അപ്പച്ചനോടൊരു കാര്യം പറയാനുണ്ട്. എന്നതാ മോളെ, പറ. അപ്പച്ചനെ കൊണ്ട് പറ്റുന്ന ഏത് കാര്യവും അപ്പച്ചൻ ചെയ്തു തരാം. എന്റെ മോളോട് മഹാപാതകം ചെയ്ത പാപിയാ ഞാൻ. പണ്ട് മാത്രമല്ല, ഇപ്പോഴും. ഇപ്പോ ഈ നിമിഷത്തിലും കർത്താവിന് നിരക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. തിരുരൂപത്തിന്റെ മുമ്പിൽ മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചത് എത്രയും വേഗം നിന്റെ ജീവൻ എടുക്കണേ എന്നാ. വിഷമിക്കരുത് അപ്പച്ച, ആ പ്രാർത്ഥന എന്നും എനിക്ക് വേണ്ടി ചെയ്യണം. ഈ വേദന ഒന്ന് അവസാനിച്ച് കിട്ടാൻ ഞാനും അത് തന്നെയാ പ്രാർത്ഥിക്കുന്നത്. അപ്പച്ചൻ മഹാപാപിയായി പോയി മോളെ. എല്ലാരും പാപികളാ അപ്പച്ച. അതിനിടയില് ഒരു നല്ല കാര്യം നമുക്ക് ചെയ്യാം. എന്നതാ മോളെ, പറ. ട്വിങ്കിളിനെ റിച്ചിക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. ഇവിടെ ഈ മുറിയിൽ വെച്ച് അത് നടക്കണം. താലി എന്റെ കൈകൊണ്ട് റിച്ചിക്ക് കൊടുക്കണോ എനിക്ക്? മോളെ, അപ്പച്ചൻ പള്ളിയിലോട്ട് ചെന്ന് വികാരി അച്ഛനെ ഒന്ന് വിളിച്ചോണ്ട് വാ. അപ്പച്ചൻ ഇപ്പൊ തന്നെ പോവാ മോളെ. ഇവൻ പണ്ടേ തന്നെ പോലീസിന്റെ ലിസ്റ്റിലുള്ളതാ. തൊഴിലാളി നേതാവ് എപ്പോഴാണാവോ മോഷണവും കൊലപാതകവും ഒക്കെ തുടങ്ങിയത്? അയ്യോ സാറേ, ഞാൻ
എന്റെ വീട് പൊളിച്ച് കയറാൻ മാത്രം ധൈര്യം വന്നോടാ നിനക്ക്? എന്റെ പൊന്ന് സാറേ, 10 കൊല്ലം മുമ്പേ ഞാൻ മോഷണം നിർത്തിയതാ. എന്നിട്ട് കൊലപാതകം തുടങ്ങി അല്ലടാ? അയ്യോ എന്റെ പൊന്ന് സാറേ, മാനം മര്യാദയായിട്ട് തുരുമ്പ് സാധനങ്ങൾ വിറ്റ് ജീവിക്കുവാ ഞാനിപ്പോ. എന്തിനാടാ എന്റെ മമ്മിയെ തലക്കടിച്ച് കൊല്ലാൻ നോക്കിയത്? അയ്യോ തിരുപുര തപ്പനാണ് ഞാനല്ല സാറേ. ഇടിച്ചില്ല. പോലീസ് സ്റ്റേഷൻ വന്ന് കള്ളസത്യം ചെയ്യുന്നോടാ. ഇതിനു മുമ്പ് ഒരു തവണ മമ്മിയെ കൊല്ലാൻ നീ ശ്രമിച്ചതാ. അപ്പൊ ഈ തുരുമ്പ് തമ്പി പറഞ്ഞത് സത്യമായിരിക്കും. ഇയാളല്ല എന്റെ മമ്മിയെ കൊല്ലാൻ ശ്രമിച്ചത്, നീയാ. സാറിനെ എങ്ങനെയാ വിശ്വസിപ്പിക്കേണ്ടത് എനിക്ക് അറിയില്ല. അത്യാവശ്യം ചില തരികളൊക്കെ ചെയ്യുമെന്നല്ലാതെ ഒരു കൊലപാതകം ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സാറേ. ഓ, അപ്പോ കുറച്ച് ധൈര്യം അകത്തോട്ട് ചെന്നാ നീ കൊലപാതകം ചെയ്യും. സത്യമായിട്ടും സാറിന്റെ വീട്ടു പരിസരത്ത് പോയിട്ട് എന്നെ മാസങ്ങളായി സാറേ. എന്നെ ഒന്ന് വിശ്വസിക്കും സാറേ. കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന് നിനക്ക് മമ്മിയോട് പകയില്ലേ? സൂക്ഷിച്ചൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ നീ അന്ന് കമ്പനിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അപ്പോഴത്തെ ദേഷ്യത്തിന് അറിയാതെ പറഞ്ഞു പോയതാ സാറേ. അതൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളായില്ലേ. ഇപ്പൊ ഞാൻ എന്തിനാ സോമി എടുത്ത കൊല്ലാൻ ശ്രമിക്കുന്നത്? കമ്പനി പരിസരത്തോട്ട് ഞാനിപ്പോ പോകാറേ ഇല്ല. കൊള്ളാം, എന്തൊരു സത്യസന്ധത. അപ്പോ രണ്ടിന്റെ കൂട്ടുകെട്ടും എന്റെ മമ്മിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ കാരണവും വേഗം പറഞ്ഞ എന്റെ ജോലി കുറയും. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ എല്ലിന്റെ എണ്ണം കൂടും. പറയടാ. സത്യമായിട്ട് ഞാൻ സാറിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന് അകത്തെറിയില്ല എന്ന് പറയാനാ ശ്രമമെങ്കിൽ ആഴ്ചന്റെ ഷേപ്പ് മാറ്റി കളയും. നിന്റെ വിരലടയാളം വ്യക്തമായി പറഞ്ഞതിന്റെ തെളിവുണ്ട്. എന്താ ഇനി സത്യം പറയാൻ ഉദ്ദേശമില്ലേ? സാറേ, അത് സാറിന്റെ വീടാണെന്ന് അറിയാതെ പറ്റിപ്പോയതാ. അടുക്കള വാതിൽ കുത്തി തുറന്ന് ഞാൻ ഒരു കാലേ അകത്തോട്ട് എടുത്തു വെച്ചോളൂ. അപ്പോഴേക്ക് ഏതോ സ്ത്രീ അകത്ത് നിന്ന് ഉറക്ക നിലവിളിക്കുന്ന ഒച്ചയാ ഞാൻ കേട്ടത്. ആകെ വെപ്രാളപ്പെട്ട് അകത്തോട്ടൊരു ചാട്ടം, പിന്നെ പുറത്തോട്ടൊരു ചാട്ടം. എങ്ങനെയാ മതിൽ ചാടി രക്ഷപ്പെട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല സാറേ. അക്കൂട്ടത്തിൽ എൻ്റെ പണിയായുധമായ പ്ലെയറും കളഞ്ഞുപോയി. ഇതാണ് സാറേ അമ്മയാണ് സത്യമായിട്ടും ഉണ്ടായത്. സാറിന്റെ അമ്മച്ചിയെ ഞാൻ എന്തിനാ കൊല്ലുന്നത്? സാർ, കോടതിയിൽ ഹാജരാക്കട്ടെ രണ്ടിനെ? വരട്ടെ. തൽക്കാലം രണ്ടിനെയും പിടിച്ച് ലോക്കപ്പിലിട്. ഇപ്പൊ അറസ്റ്റ് രേഖപ്പെടുത്തണ്ട. ഇവനൊക്കെ സത്യം പറയുമെന്ന് എനിക്കൊന്ന് അറിയണം. സാർ, ഉം. അയ്യോ, എന്റെ പേര് സാറേ, രക്ഷിക്കണേ. സാറേ. അച്ഛൻ പറയണത് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കല്യാണം 1-2 മാസം കൂടി നീട്ടിവെച്ച എന്താ കുഴപ്പം? 3 തവണ മുടങ്ങിയല്ലേ അച്ഛാ? അത് തന്നെയാ ഇവിടുത്തെ പ്രശ്നം. എനിക്ക് വേണ്ടി നീയും കൂടി ചെന്നല്ലേ ചിന്നോട് പറഞ്ഞത്? ഒക്കെ എൻ്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ തന്നെ ഉടനെ നടത്തുന്നു. പക്ഷേ മുതലാളി, സോഫി കുഞ്ഞ് ഈ അവസ്ഥയിൽ ഇങ്ങനെ ആശുപത്രി കിടക്കുമ്പോൾ... ആ, സോഫി ആശുപത്രി കിടക്കുന്ന കാര്യം നീരേറ്റ് കൃഷ്ണപിള്ള അങ്ങ് മറന്നു. അത്തും പിത്തും ആയല്ലോ പിള്ളയ്ക്ക്. എടോ, ആ കിടപ്പ് ആശുപത്രി ചെന്ന് കണ്ടതുകൊണ്ട് തന്നെയാ ഞാൻ ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നേ. അവൾ ഇനി എണീറ്റ് വരത്തില്ലെന്ന് ആ മുഖം കണ്ട ഉടനെ എന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു. അച്ഛാ, അതെ, മരണങ്ങൾ ഒരുപാട് കണ്ട കണ്ണായത്. മരണത്തിന്റെ നിഴലാട്ടം 7 അയലത്ത് കണ്ടാലും എനിക്ക് മനസ്സിലാവും. ആ കാളിമ, അവളുടെ മുഖത്ത് ഞാൻ കണ്ടു മരണത്തിന്റെ നിഴൽ. അയ്യോ മുതലാളി, എന്തൊക്കെ ഈ പറയണേ? സത്യം, കൺമുമ്പിൽ കണ്ട സത്യം. അവള് എന്താ ഞാൻ പറഞ്ഞു വന്നേ? അല്ല, മരണത്തിന്റെ കാര്യം. ഏയ്, അതല്ലല്ലോ. ആ ആ സോഫിയുടെ കാര്യം. അവള് ഈ കുടുംബത്തിന്റെ ഭാഗം തന്നെയാ. എൻ്റെ അനന്തന്റെ ഭാര്യ, അവന്റെ കുഞ്ഞിന്റെ അമ്മ. അവളെ ദൈവം തിരിച്ചു വിളിച്ചാൽ 1 കൊല്ലത്തേക്ക് ഈ വീട്ടിൽ മംഗളകർമ്മങ്ങളൊന്നും പാടില്ല. പറ, അങ്ങനെ ചെയ്താൽ അനന്തന്റെ ആത്മാവ് പൊറുക്കുവോ? ഇല്ല, പൊറുക്കത്തില്ല. അത്രയും കാലം ചിന്നുവിന്റെ കല്യാണം മുടങ്ങിക്കിടന്നാൽ അത് വലിയ കഷ്ടാ. അല്ലെങ്കിൽ തന്നെ സത്തതുപോലെ എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നേ. അവളെ സങ്കടപ്പെടുത്താൻ എനിക്ക് പറ്റത്തില്ല.
അനന്തന്റെ ചോരയാവള്. അയ്യോ മുതലാളി, ചിന്നു മഹേശ്വരൻ കുഞ്ഞിന്റെ മോളാ. ഏ ആ ആ ആ, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് കല്യാണം ഉടനെ നടത്തണം. ഒരു ഒരു മുഹൂർത്തം ഞാൻ കണ്ടുവച്ചല്ലോ കേശു. ഞായറാഴ്ചയാണെന്നാ മുതലാളി ആദ്യം പറഞ്ഞ്. ആ ആ അത് തന്നെ. അപ്പോ ഇന്നെന്താണോ കേശു ദിവസം? ഇന്ന് വെള്ളിയാ മുതലാളി. ആ ആ എന്നാൽ ഇപ്പൊ തന്നെ ചെന്ന് ചിന്നിനോടും കരുമിനോടും വിവരം പറയാം. കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാരും കൂടെ ചെയ്തു വെച്ചോണം. ആ പാർവതി, എന്താച്ചാ? നിന്റെ മോളെ പോലെ കരുതി ചിന്നൂന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ഇല്ലച്ചാ, ഓക്കെ, ഞാനും കേശുമാവനും കൂടി ചെയ്തോളാം. ആ ഞാനൊന്ന് കിടക്കട്ടെ. അയ്യോ മുതലാളി. വേണ്ട, എന്നെ താങ്ങി നടത്താൻ ദാ ചുറ്റും ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആ. എന്താ കേശുമാവ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നേ? മരിച്ചുപോയവരൊക്കെ കാണാൻ തുടങ്ങിയെന്നാ തോന്നുന്നത്. ഓർമ്മക്കുറവും തുടങ്ങിയിട്ടുണ്ട്. ഓ, എന്തൊക്കെ കാണേണ്ടി വരും എന്റെ ഭഗവതി. കേശു, അയ്യോ, എന്തിനാ കേശുമാമ വന്ന്? വേറൊന്നുമല്ല, ഈ ഞായറാഴ്ച രാവിലെ കല്യാണം നീരേറ്റിൽ വെച്ച്. അതിന് നമ്മളായിട്ടൊന്നും ഒരുക്കാനൊന്നും ഇല്ലല്ലോ. രണ്ടാളും അങ്ങോട്ട് ചെന്നാൽ മാത്രം പോരെ? അല്ല, സോഫി കൊച്ചമ്മ ആശുപത്രിയിൽ തിരിച്ച് വീട്ടിലെത്തിയോ? ഇല്ല, ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നു എന്നാ കേശവമാമൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാ ചിന്നു കല്യാണം നടത്തുന്നേ? അത് ഞാൻ ചോദിച്ചു. അപ്പാപ്പനെ തീരുമാനിച്ച് എങ്ങനെയായാലും ഞായറാഴ്ച കല്യാണം നടത്തണം എന്ന്. ഇനിയിപ്പം നമ്മൾ അതൊന്നും നോക്കണ്ട. ശനിയാഴ്ച വൈകിട്ട് മൂത്തവർക്കെല്ലാം വെറ്റില വെച്ച് അനുഗ്രഹം വാങ്ങാം. എന്നിട്ട് ഞായറാഴ്ച പുലർച്ചെ ഇവിടെ നിന്ന് ഇറങ്ങാം. വേണ്ട, എനിക്ക് നിന്നെ കെട്ടണ്ട. കരിമ, ചിന്നു, നീരേറ്റുകാർ വലിയ മുതലാളിമാരാ. നമ്മളെന്നും പാവങ്ങളാ, ആദിവാസികൾ. നമ്മുടെ ഊരിലെ പാവങ്ങൾക്ക് ഒരു ഉത്സവമാണ് നമ്മുടെ കല്യാണം. ചാറ്റും പാട്ടും നൃത്തവും കോലം തുള്ളലും എല്ലാം വേണം. മൂപ്പനെയും മുത്തിയും മുന്നിൽ നിർത്തി എല്ലാം ഇവിടെ ഈ കാട്ടി വെച്ച് തന്നെ വേണം. കരിമ, ഇക്കാര്യത്തിൽ ഇനി ഒരു കടുംപിടുത്തം നീ പിടിക്കരുത്. നിനക്കറിയാലോ എൻ്റെ അപ്പാപ്പനെ. ആ മനസ്സ് നോവിക്കാൻ എനിക്ക് പറ്റുകയില്ല. നമ്മുടെ കല്യാണം കൊട്ടും കൊരവയില്ലാതെ നീരേറ്റി വെച്ച് തന്നെ നടത്തിയാൽ മതി. ചിന്നു, നിന്റെ മനസ്സിൽ ഇപ്പോഴും വലിയ വീട്ടിലെ ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും ഒക്കെയാണെന്ന് എനിക്കറിയാം. പിന്നൊരു കാര്യം, നീയും നിന്റെ അപ്പാപ്പനും വിചാരിക്കുന്ന പോലെ കല്യാണവും കഴിഞ്ഞ് ആ പഴയ നീരേറ്റ് തറവാട്ടി കുടിയിരിക്കാനൊന്നും എന്നെ കിട്ടുകയില്ല. വേണ്ട, നമുക്ക് തറവാടും വേണ്ട, പണവും വേണ്ട. പക്ഷേ അപ്പാപ്പന്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റൂ. നീ അതേ പറയൂ. നിന്റെ ചോര നീരേറ്റ് മഹേശ്വരൻ പിള്ളയുടെ അല്ലേ, പാവപ്പെട്ട ആദിവാസികളുടെ അല്ലല്ലോ. നിർത്ത്, മതി. ഞാൻ നീരേറ്റ് മഹേശ്വരൻ പിള്ളയുടെ മകള് തന്നെയാണ്. പക്ഷെ കള്ളപ്പണക്കാരനും ചതിയനുമായി എന്റെ അപ്പനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയത് ആരാ? ഞാനാ, ഈ ചിന്നു. നീ മഹേശ്വരൻ പിള്ളയുടെ കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിന്നവനാ. അറിഞ്ഞോ അറിയാതെയോ അയാളുടെ കള്ളപ്പണം പറ്റുകയും ചെയ്തു. കരിമ, ഈ ചിന്നു ആരാണെന്ന് നിനക്കറിയില്ല ഇപ്പോഴും. പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ട ആദിവാസികൾക്കറിയാം. നീരേറ്റ് തറവാട്ടിൽ വെച്ച് എന്റെ കല്യാണം നടന്നു എന്നറിഞ്ഞ് അവര് സന്തോഷിക്കുകയുള്ളൂ. എന്നെ ഇനിയെങ്കിലും നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ഒരു താലി ചരടുമായി നീ നീരേറ്റ് തറവാട്ടിലെത്തണം. എന്റെ കഴുത്തിൽ താലി കെട്ടണം. ഇല്ലെങ്കിൽ